വാ 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 തേൻ തേൻ തേൻ. ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അങ്ങനെ ശുദ്ധമായ തേൻ തപ്പി നടന്നിട്ടേ ഞങ്ങളിപ്പോൾ ഉള്ളത് അടിമാലിക്കും മൂന്നാറിനും ഇടയിൽ കൂമ്പന്മാർ എന്ന സ്ഥലത്ത് ഹണി ഡീപോട്ടിലാണ് കേട്ടോ. ഹണി ഡീപോട്ടിൽ ഒരുപാട് വെറൈറ്റി തേനുകൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ തേനിനും ഓരോ വ്യത്യസ്തമായ ഗുണങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായ തേനുകളെ കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായ കാട്ടുതേനെ കുറിച്ചാട്ടോ. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ വനറാണി എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു കാട്ടുതേനാണ് കേട്ടോ ഇത്. അപ്പൊ ഓരോ തേനിനും ഓരോ വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഇത് വനറാണി കാട്ടുതേൻ. അടുത്ത ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റിയ വയനാടൻ ഹണി, ഇതും ഒരു കാട്ടുതേനാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് മൂന്നാർ വൈൽഡ് ഹണി, ഇതും ഒരു കാട്ടുതേനാണ്. അപ്പൊ 3 വ്യത്യസ്തമായ കാട്ടുതേനാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് തുളസി പൂന്തേൻ. തുളസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ചുമ കഫക്കെട്ടിനൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് തുളസി. ഇത് അതുപോലെ തന്നെ തുളസി ചെടിയിൽ നിന്നും അതിൽ പൂവിൽ നിന്നും നമ്മൾ എടുക്കുന്ന തേനാണ് തുളസി പൂന്തേൻ. ഇത് ആയുർവേദ മേഖലയിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ കാട്ടുതേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ആയുർവേദ ആവശ്യങ്ങൾക്ക്, പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ മരുന്നുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാട്ടുതേൻ. നമുക്ക് വളരെ പരിശുദ്ധമായിട്ടുള്ള തേനായതുകൊണ്ട് നമുക്ക് നല്ല വിശ്വാസത്തോടു കൂടി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വ്യത്യസ്തമായിട്ടുള്ള നാടൻ തേനുകളാണ് കേട്ടോ. ഇതുണ്ടോ വെറൈറ്റി നാടൻ തേൻ, നാടൻ പൂന്തേൻ എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണവും കൂടി ഉണ്ട്. അടുത്തത് ഗ്രാമീൺ ഹണി. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള നാടൻ തേനുകൾ. നാടൻ തേനുകൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നാടൻ തേനുകൾ. അത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇപ്പം നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കിയാൽ പറ്റിയില്ലെങ്കിൽ ഈ തേൻ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഈ തേൻ കൂട്ടി, പഞ്ചസാര നമ്മുടെ ബോഡിയൊക്കെ പ്രശ്നമാക്കുന്നത് ദോഷം ബാധിക്കുന്നതാണ്. പക്ഷേ ഈ തേൻ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയെ ദോഷമായിട്ട് ബാധിക്കുന്നില്ല. അപ്പം നമുക്ക് പഞ്ചസാരയ്ക്കൊക്കെ പകരം നമുക്ക് ഈ നാടൻ തേൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്ന വേറൊരു ഐറ്റമാണ് ലിച്ചി ഫ്ലവർ ഹണി. അതായത് ലിച്ചി മരത്തിൽ നിന്നും അതിന്റെ പൂവിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് ലിച്ചി. ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ള തേനാണ്. അതായത് ലിച്ചി ഫ്ലവറിൽ നിന്ന് നമ്മൾ ബീഹാറും ബംഗാളും പഞ്ചാബിലേക്കാണ് നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ട്, ഈ സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടും ലിച്ചി മരം കാണുന്നത്. ആ മരത്തിന്റെ പൂക്കളിൽ നിന്നുമാണ് നമ്മൾ ഈ തേൻ ശേഖരിക്കുന്നത്. ഇത് വളരെ മാധുര്യമേറിയ ഔഷധ ഗുണമുള്ള ഒരു തേനാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്ന വേറൊരു ഐറ്റമാണ് ഗാർലിക് ഹണി. ഇത് നമ്മൾ വെളുത്തുള്ളി പ്രോസസ്സ് ചെയ്ത് തേനകത്താക്കി ഉള്ളതാണ് ഗാർലിക് ഹണി കേട്ടോ. ഇത് നമ്മുടെ കൊളസ്ട്രോൾ കഫക്കെട്ടിനൊക്കെ അത്യുത്തമമായിട്ടുള്ള ഹണിയാണ്. അത് നമ്മുടെ BP ക്രമീകരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് ഗാർലിക് ഹണി. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് മലബാർ ചെറുതേൻ. ഇതാണ് ചെറുതേൻ. ചെറുതേൻ നമ്മൾ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇത് വളരെ കുറച്ചായിട്ട് റേറെ ആയിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതിന് ഇച്ചിരി വില കൂടുതലുമാണ്. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതേൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് നമുക്ക് അങ്ങനെ കിട്ടാനില്ല, അതുകൊണ്ടാണ് ഇച്ചിരി വില കൂടുതൽ. ഇത് ചെറുതേൻ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് ജിഞ്ചർ ഹണി. ഡീഹൈഡ്രേറ്റ് ജിഞ്ചർ ഹണി. അതായത് നമ്മൾ ഉണങ്ങി ജിഞ്ചർ ഉണങ്ങി ഹണിക്കകത്ത് പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നതാണ് ജിഞ്ചർ ഹണി. ഇത് നമുക്ക് ചുമ കഫക്കെട്ട് ദഹന പ്രക്രിയ അതൊക്കെ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നിത്യേന ജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നത്, നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെ മെയിനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന തേനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അത്യുത്തമമായിട്ട് ഈ ജിഞ്ചർ ഹണിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് കരഞ്ച് പൂന്തേൻ. അതായത് ജാർഖണ്ഡ് മേഖലയിലെ വനപ്രദേശങ്ങളിൽ കാണുന്ന കരഞ്ച് എന്ന പൂവിൽ ലഭിക്കുന്ന തേനാണ് കേട്ടോ കരഞ്ച് തേൻ. സ്വർണ്ണവർണ്ണമുള്ള തേൻ, അതാണ് കരഞ്ച് പൂന്തേൻ. അടുത്ത ഐറ്റമാണ് തേൻ നെല്ലിക്ക. ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ നെല്ലിക്ക തേനിനകത്തിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അത്യുത്തമമാണ്. ചെറിയ കുട്ടികളൊക്കെ നെല്ലിക്ക കഴിക്കുമ്പോൾ കൈക്കൊന്ന് എറിഞ്ഞു കളയും. ഇത് ഇച്ചിരി മധുരമൊക്കെ കാണും. പിന്നെ അത് നമുക്ക് രോഗപ്രതിരോധ ശക്തിക്കൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് വൈറ്റമിൻസ് ഒക്കെ കിട്ടും. അതാണ് തേൻ നെല്ലിക്ക. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നതാണ് പുറ്റുതേൻ. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യ, കർണാടക എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പുറ്റുകളുണ്ടാവുമല്ലോ. ആ പുറ്റിനകത്തുനിന്ന് ചെതലുകൾ പോയി കഴിയുമ്പോൾ അവിടെ ഈ തേൻ, അതായത് ഹണി, തേനീച്ചകൾ കൂട്ടി അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന തേനാണ് പുറ്റുതേൻ. അത് നമ്മുടെ കേരളത്തിൽ അത്ര സുലഭമല്ല. മെയിനായിട്ടും കാണുന്ന നോർത്ത് ഇന്ത്യയിലും കർണാടകയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താണെന്നറിയാമോ? നമുക്ക് ഇവിടുത്തെ ഏത് തേൻ മേടിക്കണമെങ്കിലും നമുക്ക് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പൊ അതാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. നമുക്ക് ഏതാണ് വേണ്ടത് അത് രുചിച്ച് നോക്കിയിട്ട് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഒന്ന് കഴിച്ചു നോക്കിയാ
എങ്ങനെയുണ്ട്? സൂപ്പറാണോ? മേത്തോട് പോകത്തോഴാക്കി. നമുക്ക് ഇതിന്റെ ഉടമസ്ഥനായ ചാൾസ് ചേട്ടനോട് ഇതിന്റെ ഓരോന്നിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. ഖാദി ഇന്ത്യ ഹണി ഡിപ്പോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 4 വർഷമായിട്ട് ഇത് നമ്മുടെ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്നു. കൂമ്പൻപാറ എന്ന് പറയുമ്പോൾ അടിമാലിക്കും മൂന്നാറിനും ഇടയ്ക്കാണ്. ഞങ്ങൾ ഈ തേനിൻ്റെ ഫീൽഡിൽ ഏകദേശം 35 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. തേനീച്ച വളർത്തൽ പരിശീലനമായിരുന്നു ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഞങ്ങൾ പരിശീലിപ്പിക്കുന്ന കർഷകർക്ക് ധാരാളം തേൻ കിട്ടുമ്പോൾ അവർക്കത് വിൽക്കാൻ ഒരു മാർക്കറ്റിംഗ് സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശത്തേക്ക് ധാരാളം തേൻ കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ തേനിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് എല്ലാവർക്കും സംശയം. ഇവിടെ വരുമ്പോൾ തന്നെ ചക്കര കലക്കിയതല്ലേ, വെല്ലം കലക്കിയതല്ലേ, പഞ്ചസാര കലക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്കതിൻ്റെ യാതൊരു സാധ്യതയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ പരിശീലിപ്പിച്ച കർഷകർ തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്ത് കർണാടക, ചില ഭാഗങ്ങളിലൊക്കെ തമിഴ്നാട്ടിലും, പിന്നീട് ഞങ്ങൾ കൂടുതൽ പരിശീലിപ്പിക്കുന്നത് പിന്നെ ബീഹാർ, UP, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള ഏരിയയിലാണ്. അവിടെയുള്ള കടുകിൻ്റെ തോട്ടങ്ങൾ, പിന്നെ കരഞ്ചിൻ്റെ തോട്ടം, തുളസിയുടെ തോട്ടം, ലിച്ചിയുടെ തോട്ടം, ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ പരിശീലിപ്പിച്ച കർഷകർ പെട്ടിവെച്ചിട്ട് ശേഖരിക്കുന്ന തേനാണിത്. പെട്ടിവെച്ച് ശേഖരിക്കല്ലാതെ നമുക്ക് വ്യാവസായികമായിട്ട് ഒരു ക്വാണ്ടിറ്റി തേൻ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ യാതൊരു കൃത്രിമവും വരുമെന്ന് ആരും വിചാരിക്കരുത്. ചിലരുടെ വിചാരം ഇതിൽ പഞ്ചസാര കലക്കി കൊടുക്കുന്നു, തേനീച്ചയ്ക്ക് പഞ്ചസാര കൊടുത്തിട്ട് തേനീച്ച പഞ്ചസാരയിൽ നിന്ന് തേൻ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ഇത്തരം ചെടികൾ പൂക്കുമ്പോൾ ഏത് ചെടിയാണെങ്കിലും ഈട്ടിയുടെ അടക്കം നമ്മൾ തേൻ ശേഖരിക്കാറുണ്ട്. ഏത് സീസണിൽ എവിടെയാണോ ആ പൂവ് ഉണ്ടാകുന്നത് അവിടെ ഞങ്ങളുടെ കർഷകർ പെട്ടി വയ്ക്കുന്നു. അതിൽ നിന്നെടുക്കുന്ന തേനാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ലിച്ചി എന്ന് പറയുമ്പോൾ ലിച്ചിയുടെ എന്തെങ്കിലും ഫ്ലേവർ ചേർത്തതോ, തുളസി എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കൃത്രിമമായ രുചി ചേർത്തതോ മണം ചേർത്തതോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ എവിടെയാണോ തുളസി കൃഷി നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ പൂജയ്ക്കെടുക്കുന്ന ചെറിയ കൃഷ്ണ തുളസിയല്ല, നോർത്ത് ഇന്ത്യയിലെ രാമതുളസി എന്ന് പറഞ്ഞിട്ട് വ്യാവസായികമായിട്ട് തന്നെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ തേൻ ശേഖരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ അടുത്ത് 10-11 തരം തേനുണ്ട്. ചെറുതേനാണ് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ട ഒരു ഘടകം. കേരളത്തിൽ ആണ് ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാളികൾ വന്ന് ആദ്യം തന്നെ ചെറുതേനുണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. കാരണം ഞങ്ങൾ വഴിയിലെ പരസ്യങ്ങളിലൊക്കെ ചെറുതേനെന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് വരുമ്പോഴേ ചെറുതേനുണ്ടോ എന്ന് ചോദിച്ചാണ് ആൾക്കാർ വരുന്നത്. എല്ലാവരും ധാരാളം തേൻ വാങ്ങി പോകാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും സംശയം പറയുകയോ എന്താണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ലാബ് റിപ്പോർട്ട് അടക്കം എല്ലാം ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ടൂറിസ്റ്റ് സീസണാണ്. മൂന്നാറിലേക്ക് പോകുന്ന ഏവർക്കും വന്നെത്താവുന്ന ഏറ്റവും വളരെ എളുപ്പമുള്ള നമ്മുടെ അടിമാലിക്കും മൂന്നാറിനും ഇടയ്ക്കുള്ള ഹൈവേ റോഡിൻ്റെ സൈഡിലാണ് ഈ തേൻകട ഇരിക്കുന്നത്. ഖാദി ഇന്ത്യ ഹണി ഡിപ്പോ. ഖാദി ഇന്ത്യ ഹണി ഡിപ്പോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നു. അതുകൂടാതെ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരിൽ പലരും ഞങ്ങളുടെ അടുത്ത് നിന്ന് തേൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മുടെ ഗ്ലാസ് ബോട്ടിലല്ല, അനുവദനീയമായ ക്വാളിറ്റിയുള്ള പെറ്റ് ബോട്ടിലാണ് ഞങ്ങൾ ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളമായി കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് പലരും അത് അന്വേഷിച്ച് വന്ന് ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാറുണ്ട്. കൂടാതെ കൊറിയർ സൗകര്യമുണ്ട്. ഇന്ത്യയുടെ ഏത് ഭാഗത്തും ദിവസം ദൂരം കൂടുന്നതിനനുസരിച്ച് ദിവസങ്ങളിൽ മാറ്റം വരാമെന്നുള്ളതല്ലാതെ കേരളത്തിലോ കർണാടകത്തിലോ ഒക്കെ ആണെങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടും. അല്ലാത്തത് 4, 5, 6, ഡൽഹിയൊക്കെ ആണെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ടും തേൻ കിട്ടുന്നതാണ്.